തണുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം തണുപ്പിലോട്ട് നമ്മൾ പോയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. അത് അത്രയും തണവായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി സമയത്ത് വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് മൂന്നാറൊക്കെ പോയി കിടക്കുന്ന അതേ ഫീലിൽ നമ്മൾ കിടന്നിട്ടുണ്ട് ഇവിടെ. പകൽ സമയത്തൊന്നും നമ്മൾ ഒട്ടും ലൈറ്റ് ഇടാറില്ല, ലൈറ്റ് യൂസ് ചെയ്യാറേ ഇല്ല. നേരെ ഒരു പാസേജ് ആണ്. അതെ, ശരിക്കും ഇതിന് 2 സെക്ഷൻ ആയിട്ടാണ് വീടിനെ ഡിസൈൻ ചെയ്തത്. ഒരു ലിവിങ്, ഡൈനിങ്, കിച്ചൺ ഏരിയ ഒരുമിച്ച്, അതിനുശേഷം 4 ബെഡ്റൂമുകളും താഴെയാണ്. പാർട്ടീഷൻ എന്ന് പറയാൻ ഈ കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ ഡൈനിങ്ങിലേക്കും കിച്ചണിലേക്കും. അതാണ് നമ്മുടെ പാർട്ടീഷൻ. അത്രേ ഉള്ളൂ, ചെടികൾ മാത്രം. ചെടികൾ കൊണ്ട് പാർട്ടീഷൻ ചെയ്തൊരു വീട് അങ്ങനെയാണ്. ചൂരകളേക്കാൾ കൂടുതൽ ചെടികളുള്ള ഒരു വീട്. അതെ, അങ്ങനെ വേണം പറയാനായിട്ട്. ഇത് കലാത്തിയ പ്ലാന്റ് ആണ്. കലാത്തിയ പ്ലാന്റിന്റെ ഇടയിൽ കൂടെ അങ്ങോട്ടേക്ക് കാണുമ്പോൾ കിട്ടുന്നൊരു പ്രത്യേക വ്യൂ ഉണ്ട്. ചെടിനെ പരിപാലിക്കുന്ന ആൾക്കാരൊന്നും ആയിരുന്നില്ല, അങ്ങനെ ചെടിനോട് ഭയങ്കര ക്രേസ് ഉള്ളതൊന്നും ആയിരുന്നില്ല. അത് വീടുണ്ടായി കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഒരു വീട്ടിൽ താമസിക്കില്ല, വീടും ഞങ്ങൾ ഒരുമിച്ചെല്ലാവരും താമസിക്കുന്ന പോലത്തെ ഒരു പ്രതീതിയായിരുന്നു. അതൊരു പണിയായിട്ടല്ല, എന്താ പറയുക, അതതിൻ്റെ ഭാഗമാണ്. കിളികൾ വരുന്നുണ്ട്, കിളികൾ കൂട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞ് വിരിഞ്ഞ് പോയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഗ്ലാസ്സിൽ വെള്ളമൊക്കെ നിറച്ചങ്ങാണ്ട് കൊണ്ട് വെച്ചെടുക്കും. അത് പറയും ഇത് ഞങ്ങളെ വീട്ടിലുണ്ടായ കുട്ടിയാണ്. അങ്ങനെയാവും പറഞ്ഞു, നമ്മളെ വീട്ടിലുണ്ടായല്ലേ, അപ്പം നമ്മളിത് നോക്കണ്ടേന്നൊക്കെ പറഞ്ഞു. I was on my way, I was almost there, but the monkeys, they all read now appearing nowhere. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കുറച്ച് കുളിരുള്ള ഒരു എപ്പിസോഡാണ് ഞങ്ങൾക്കും. അതായത് ഈ വീടിൻ്റെ പേര് തന്നെ മഴ എന്നാണ്. നല്ല ചൂടുള്ള സമയം, എല്ലാവർക്കും അറിയാം. ഒരു സ്ഥലത്ത് പോലും സ്വൈര്യം കിട്ടുന്ന ഒരു സ്ഥലമില്ല. അപ്പം ഇത്തരം വീടുകളുടെയൊക്കെ പ്രസക്തി ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ വീടാണ് മഴ. ഈ വീട് ചെയ്തിരിക്കുന്നത് 7th ഹ്യൂ ആർക്കിടെക്ചർ കളക്റ്റീവ് അല്ലേ? അദ്ദേഹത്തെ അറിയാണ്ടിരിക്കാൻ തരമല്ലോ. ശ്യാംരാജ് ചന്ദ്രോത്ത് അല്ലേ? അതെ, നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ലിലിയ അസോസിയേറ്റ് ആർക്കിടെക്റ്റ് ആണ്. അപ്പം ദിൽഷാദ് അൻസി ദമ്പതികളുടെ മനോഹരമായിട്ടുള്ളൊരു വീട്. എൻ്റെ അമ്മ ശരിക്കും ഇങ്ങോട്ട് കയറുമ്പോൾ കിട്ടിയൊരു സുഖം. ആ വെയിലിൽ നിന്ന് ഇങ്ങനെ മാറിയപ്പോൾ എന്ത് സുഖമുള്ള ഏരിയ ആണ്. പറയൂ, എങ്ങനെയാണ് ഈ വീടിൻ്റെ പിറവി? നമ്മുടെ വർക്കുകൾ കണ്ടിട്ട് വന്നതാണ് ദിൽഷാദും അൻസിയും അങ്ങനെ വന്നത്. പക്ഷെ അവർക്ക് ഒരു നിലയുള്ള വീട് വേണം എന്നുള്ളതായിരുന്നു റിക്വയർമെൻറ്റ്. ഒറ്റ നിലയിൽ മതി എന്നുള്ളതായിരുന്നു. പിന്നെ സൈറ്റ് വന്ന് കണ്ടപ്പോൾ ഒരു ഒറ്റ നിലയിൽ ചെയ്യണമെന്ന് നമ്മൾക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അവർ വളരെ ക്ലിയർ ആയിരുന്നു അങ്ങനെ മതി എന്നുള്ളത്. സോ ഒരു നിലയിലുള്ള വീട്, ട്രോപ്പിക്കലായിട്ടുള്ള കോർട്ട്യാർഡുകളൊക്കെയുള്ള കുറച്ചൊരു കേരള ശൈലിയുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന വീട് എന്നുള്ളതായിരുന്നു ആവശ്യം. നമുക്കത് നടത്തിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അയ്യോ, വളരെയധികം നന്നായിട്ടുണ്ട്. വീടിൻ്റെ ഉള്ളോട്ട് കയറുമ്പോഴാണ് ദാഹം മാറുക, കുളിര് കിട്ടുക എന്നൊക്കെ പറയാൻ ഫീൽ ശരിക്കും അനുഭവിച്ചൊരു വീടാണ് പലയിടങ്ങളും. ഇത് ശരിക്കും ഒരു കോൺക്രീറ്റ് കൂടാരമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സുഖം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ ഏറ്റവും നല്ല ചൂടുള്ള സമയമാണ്, അത്രയും ചൂടുള്ള സമയം. ഇപ്പോൾ നിങ്ങൾ അകത്തോട്ട് കയറുമ്പോൾ അത് മനസ്സിലാവും, ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഇപ്പോൾ സച്ചിനൊക്കെ അത്യാവശ്യം സ്വെറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അകത്തോട്ട് വരുന്ന സമയത്ത് ആ ഒരു ഡിഫറൻസ് എന്ന് വന്നാലും മനസ്സിലാവും. കോൺക്രീറ്റിന്റെ മാത്രം കുഴപ്പങ്ങളല്ല, നമ്മളെ ടോട്ടൽ ഡിസൈനിങ്ങിലും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ചൂടുണ്ടാകുന്നത്. കുറേയും കൂടി നമ്മൾ കോൺക്രീറ്റിനെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ആവശ്യമുള്ളിടത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പൊ നമ്മൾ ഇത് സിറ്റ് ഔട്ടിലേക്ക്, സിറ്റ് ഔട്ട് എന്നല്ല, ഇതൊരു ലിവിംഗ് സ്പേസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് സെപ്പറേറ്റ് ഗസ്റ്റ് ലിവിംഗ്, ഫാമിലി ലിവിംഗ് എന്നുള്ള കൺസെപ്റ്റ് ഉള്ളിൽ വേണ്ട എന്നുള്ളത് നമ്മൾ കൂടിയാണ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതൊരു ലിവിങ് എന്നുള്ള രീതിയിലും സിറ്റ് ഔട്ട് എന്ന രീതിയിലും ഗസിബോ എന്ന രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്. പഴയ വീടുകളിലേക്കുള്ള പൂമുഖത്തിൻ്റെ ഒക്കെ ഒരു സങ്കല്പം എൻ്റെ അധിക പ്രോജക്റ്റുകളിൽ നമ്മളത് ചെയ്യാറുണ്ട്. പിന്നെ എലിവേഷനിൽ സത്യം പറഞ്ഞാൽ ഈ വീട് ഇത്രയും വീതി ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ലെങ്ത് മാത്രമേ ഉള്ളൂ എൻട്രി. അപ്പൊ അതിൽ നിന്ന് ഈ ഒരു പോർഷനാണ് കൂടുതലായിട്ട് നമുക്ക് കാണുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഭാഗത്തിനാണ് കാഴ്ചക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബൗണ്ടറി വാള് പോലെയാണ് നമുക്ക് ഈ കരിങ്കല്ലിന്റെ ചുമര് പോകുന്നത്. ലൈക്ക് അതിന്റെ ബാക്കിൽ ഹിഡൻ ആയിട്ടാണ് ബാക്കിയുള്ള വീട് നിൽക്കുന്നത്. സോ ഇതൊരു ബൗണ്ടറി വാൾ റെഫറൻസും കൂടിയാണ്. വീടിൽ നോക്കി കഴിഞ്ഞാൽ എവിടെ അങ്ങനെ വലിയ ബൗണ്ടറി വാൾസ് കാണില്ല. ബൗണ്ടറി വാൾ റെഫറൻസ് ഈ സെന്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു ലിവിംഗ് സ്പേസ്, ഗസ്റ്റ് ലിവിംഗ് സ്പേസ്. അതിനുശേഷം ഡോറ് തുറന്നിട്ടാണ് വീട്ടിലോട്ട്. അത് വേറൊരു പാർട്ടായിട്ട് വരുന്നത്. ഇത് വേറൊരു പാർട്ട്, അത് വേറൊരു പാർട്ടായിട്ടാണ് വരുന്നത്. ഇതിപ്പോ ഓക്സൈഡ് ഫ്ലോറിംഗ് ആണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അവർക്ക് കുറേ കൂടി റഫ് ആയിട്ടുള്ള ഫ്ലോറിങ്ങിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ക്ലയൻസ് ആണ്. സോ ഓക്സൈഡ് ഫ്ലോറിംഗ് ആണ് ഇവിടെ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. പഴയ ഓക്സൈഡ് കരിങ്കല്ലും നാച്ചുറൽ സ്റ്റോൺ തന്നെ വെച്ച് ചെയ്തിട്ടാണ്. ക്ലാഡിങ്ങും അങ്ങനെയുള്ളതൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഒറിജിനൽ സ്റ്റോൺ വെച്ചാണ് ചെയ്തത്. ഈ ചൂട് കുറക്കുക എന്നുള്ളത് ഒരു പാർട്ടായിരുന്നു ഡിസൈനിൽ തുടങ്ങുന്നത്. അപ്പോൾ കുറേ കൂടി ഒറിജിനൽ മെറ്റീരിയൽസ് യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഇതാണ് മെയിൻ ഡോർ വരുന്നത്. ശരിക്കും ഇതിന്റെ ഡിസൈനിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, നേരെ ഒരു പാസേജ് ആണ്. ശരിക്കും ഇതിന് 2 സെക്ഷൻ ആയിട്ടാണ് വീടിനെ ഡിസൈൻ ചെയ്തത്. ഒരു ലിവിങ്, ഡൈനിങ്, കിച്ചൺ ഏരിയ ഒരുമിച്ച്, അതിനുശേഷം 4 ബെഡ്റൂമുകളും താഴെയാണ്.
പക്ഷെ അത് 4ഉം ഒന്നിച്ച് ഒരു വശത്ത് ഒരു ലീനിയർ അറേഞ്ച്മെന്റ് ചെയ്തിട്ടാണ്. പക്ഷെ അത് മനസ്സിലാവില്ല അവിടെ അങ്ങനെ ബെഡ്റൂം സെറ്റപ്പ് ഉണ്ടെന്ന് കേട്ടോ. നേരെ കാണുന്ന ബാസ് ഇത് മൊറോക്കൻ പാറ്റേൺ. മൊറോക്കൻ ടൈൽ എന്താ ചെയ്തിരിക്കുന്നത്? ഇത് മൊറോക്കൻ പാറ്റേൺ ടൈൽസ് ആണ്. മൊറോക്കൻ ടൈൽസ് എന്ന് പറയാൻ പറ്റില്ല, മൊറോക്കൻ പാറ്റേൺസ് ആണ് യൂസ് ചെയ്തത്. നമ്മൾ ഇനീഷ്യലി ഒരു ട്രഡീഷണൽ ടച്ച് കൊടുക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു, ആത്തം കൂടിയൊക്കെ. പക്ഷെ നമ്മൾ പിന്നെ ഓർത്തു, കുറച്ചും കൂടി അതിന്റെ മെയിൻ്റനൻസും ഒക്കെ ഓർത്തപ്പോൾ നമ്മൾ കുറച്ചും കൂടി മൊറോക്കൻ പാറ്റേൺസ്, കുറച്ചും കൂടി ട്രഡീഷണൽ പാറ്റേൺസ് ഉള്ള ടൈൽ യൂസ് ചെയ്യാന്ന് വെച്ചു. ശരി, ഈ ഒരു പാസേജ് ആണ് ഇതിന്. പാസേജ് ആക്ച്വലി ഈസ് എ പാർട്ട് ഓഫ് ദ കോർട്ട്യാർഡ്. അതായത് കോർട്ട്യാർഡും പാസേജ് ഒരുമിച്ചാണ്. എൻ്റെ കർത്താവ്, ഇത് കണ്ടോ നിങ്ങളിങ്ങനെ ഒരു കോർട്ട്യാർഡ് സ്പേസ് കണ്ടോ? അതിങ്ങനെ തിക്കായിട്ട് എനിക്കൊരു മിയാവാക്കി ഫോറസ്റ്റ് പോലെ ആയി വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ലോലി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗാർഡൻ. അപ്പോൾ നമ്മളെപ്പോഴും ഗാർഡൻ ചെയ്യുമ്പോൾ പറയാറുണ്ട്, ഒരെണ്ണം അങ്ങ് ചെയ്ത് വെച്ചിട്ട് അതുപോലെ അങ്ങ് ഇരിക്കത്തില്ല ഗാർഡൻ. അത് കാലങ്ങൾ ചെല്ലുമ്പോൾ അത് വലുതാവും, ചെറുതാവും, അത് ഉണങ്ങും കാര്യം. പക്ഷേ ക്ലയൻറ്റ് അതിന് അലൈൻഡ് ആണ്, അവർക്ക് അത് കാര്യങ്ങൾ മനസ്സിലാവുന്നത് കൊണ്ട് അവർ പതിയെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ കുറച്ച് നാളിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വരുന്നത്. നമ്മൾക്ക് ഇതൊരു പുതിയ കാഴ്ചയാണ്, ഇങ്ങനെ ഒരു ഗ്രോത്ത് നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. അവരും അത് എൻജോയ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ ബെഡ്റൂം സ്പേസ്. 4 ബെഡ്റൂമുകൾ വരുന്ന ഒരു ഏരിയ ആണ്. പക്ഷെ മനസ്സിലാവുന്നില്ല, കാരണം ഈ ഗ്രീൻ സ്പേസ് ഉള്ളതുകൊണ്ടും അതിനുള്ള സ്റ്റെയർ പോകുന്നുണ്ട് മുകളിലേക്ക് അല്ലേ? അതൊരു ലേറ്റർ അഡീഷൻ ആയിരുന്നു. ഇനീഷ്യൽ ഡിസൈനിൽ അങ്ങനെ ഒരു ഏരിയ ഉണ്ടായിരുന്നില്ല, ഒറ്റ നിലയിലെല്ലാം വേണം എന്നുള്ളതായിരുന്നു ആവശ്യം. അപ്പോൾ പിന്നെ നമ്മൾ എലിവേഷൻ്റെ ഒരു പാർട്ടും കൂടി കുറച്ചൊന്ന് ഹൈറ്റ് കിട്ടിയാൽ ചൂടിനെയൊക്കെ കുറക്കാന്നുള്ള ഉദ്ദേശം കൂടി കൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിപ്പോൾ അവർ ഫാമിലി ലിവിങ് ഒരു മൾട്ടി പർപ്പസ് ഏരിയ ആയിട്ട് ഉപയോഗിക്കും. ഓക്കെ റൈസ്. ആ ഭാഗത്തേക്ക് പോയിട്ട് വിശദമായിട്ട് സംസാരിക്കാം. ഇപ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഫാമിലി ലിവിങ് സ്പേസ് വരുന്നത്. അതെ, 2 ലിവിങ് എന്നുള്ള നേരത്തെ പറഞ്ഞു, 2 ലിവിങ് ഇല്ല, ശരിക്കും ഒരു ലിവിങ്ങേ ഉള്ളൂ. അത് ഫാമിലി ലിവിങ്ങോ ഗസ്റ്റ് ലിവിങ്ങോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പറയാം. കാരണം വീട്ടുകാരുടെ സ്പേസ് അത്രേ ഉള്ളൂ, ക്ലോസ്ഡ് അല്ല. ഇപ്പൊ നോക്കിയാൽ കാണാം, ഫുൾ ആയിട്ടുള്ള ഓപ്പൺ ഡിസൈൻ ആണ്. ഒരു ലൈറ്റ് പോലും വേറെ ഇട്ടിട്ടില്ല. ഇല്ല, ഒരു വശത്ത് മാത്രമേ സോഫ ചെയ്തുള്ളൂ. അവിടെ ഉള്ളത് ബേ വിൻഡോ ആണ്. ബേ വിൻഡോ ഒരു സീറ്റിംഗ് സ്പേസ് ആയിട്ട് ആക്ട് ചെയ്യും. യെസ്. ഈ സെഗ്മെന്റ് തന്നെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്, കിച്ചൺ, അങ്ങനെ വേറെ നാച്ചുറൽ ലൈറ്റിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു കോർട്ട്യാർഡ് ആഡ് ചെയ്തത്. ഈ വെളിച്ചം കാണാൻ നിങ്ങൾക്ക് ഈ ഒരു സ്പേസിൽ. കാരണം ഇതിപ്പോ നാച്ചുറൽ ലൈറ്റ് മുകളിൽ ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ള അതിലൂടെ. അപ്പോൾ പർപ്പസ്ഫുള്ളി ഇങ്ങനെ ഒരു കോർട്ട്യാർഡ് ആഡ് ചെയ്തിട്ട് മോളിൽ നിന്നുള്ള ലൈറ്റിനെയും കൂടി കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ പാർട്ടീഷൻ എന്ന് പറയാൻ ഈ കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ ഡൈനിങ്ങിലേക്കും കിച്ചണിലേക്കും. അതാണ് നമ്മുടെ പാർട്ടീഷൻ. അത്രേ ഉള്ളൂ, ചെടികൾ മാത്രം. ചെടികൾ കൊണ്ട് പാർട്ടീഷൻ ചെയ്തൊരു വീട് വന്നിട്ടുണ്ട്. ചൂരകളേക്കാൾ കൂടുതൽ ചെടികളുള്ള ഒരു വീട്. അതെ, അങ്ങനെ വേണം പറയാനായിട്ട്. നമ്മൾക്ക് ഇനിയുള്ളത് ഡൈനിങ് സ്പേസ് ആണ്. അപ്പോൾ നമ്മൾ പറയാറുള്ളത് പോലെ ഡൈനിങ് സ്പേസും ഒരു ഫാമിലി ലിവിങ് സ്പേസ് എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം ഭക്ഷണം കഴിക്കുന്ന കുറച്ച് സമയം ഒഴികെ ബാക്കി എല്ലാ സമയവും അവർ എഴുതാനും വായിക്കാനും വർത്താനം പറയാനൊക്കെ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്ന സ്പേസ് ആണ് ഡൈനിങ് ഏരിയ എന്നുള്ളത്. അപ്പോൾ ഡൈനിങ് ഏരിയക്ക് ഞങ്ങൾ അവിടെ ഒരു ബേ വിൻഡോ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊരു സീറ്റിംഗ് സ്പേസ് ആണ്. ഈവൻ അവരായിട്ട് ആഡ് ചെയ്തതാണ് ആ ഒരു ചെയർ, നമ്മുടെ ഡിസൈനില്ല. പക്ഷെ അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും അവർ. അതെ, പത്രമായി കറക്റ്റ് സൂര്യപ്രകാശം കിട്ടുന്ന സ്പോട്ട് അത് ഇപ്പോൾ മനസ്സിലാവും. ചില നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ അവരതിനെ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ അവരുടേതായിട്ടുള്ള കുറെ റിയലൈസേഷൻസ് കോൺട്രിബ്യൂട്ട് ഉണ്ട്. ഇത് ഞങ്ങളുടേതിലില്ല, അവർ ആഡ് ചെയ്തതാണ്. പക്ഷെ ഞങ്ങൾക്ക് വന്ന് കണ്ടപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എലമെന്റ്. പിന്നെ നമ്മൾ ഇവിടെ ഒരു സ്വിങ് ആഡ് ചെയ്തു. ഇനീഷ്യലി അവര് ഫാമിലി ലിവിംഗിലായിരുന്നു അത് പറഞ്ഞിരുന്നത്. നമ്മളൊരു സജഷനിലാണ് നമ്മൾ ഇതിന്റെ ഡൈനിങ് സ്പേസിലേക്ക് ആഡ് ചെയ്തത്. അപ്പൊ ഇപ്പോ ഇന്ന് വന്നപ്പോൾ അവര് പറയായിരുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏരിയ ഈ ഒരു ഭാഗം. തീർച്ചയായിട്ടും എന്താ സുഖം, നല്ല കാറ്റ്, ഏത് വശത്തും ഇത് എവിടെ നിന്നൊക്കെ മനസ്സിലാവില്ല. എപ്പോഴും ഇലകൾ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും എയർ മൂവ്മെന്റ് എല്ലാവിടുന്നും ഉണ്ട്. ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന വീടല്ല. കോർട്ട്യാർഡ് ഉണ്ടെങ്കിലും കുറച്ചും കൂടി ഓപ്പൺ ആണ്. ക്ലയന്റ് കുറച്ചും കൂടി അതിന് റെഡി ആയിരുന്നു. അതായിരുന്നു അതിന്റെ മെയിൻ കാരണം. കൂടുതൽ ആൾക്കാർക്കും കൺസേൺസ് കൂടുതലാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സെക്യൂരിറ്റി മെഷേഴ്സും ഇവിടെ ചെയ്തിട്ടുണ്ട്, ബട്ട് ഓപ്പണബിൾ ആണ്. അതുകൊണ്ടാണ് ഈ എയർ മൂവ്മെന്റിന്റെ ഒരു. തീർച്ചയായിട്ടും ഊഞ്ഞാലിരിക്കുന്ന ആള് പിഞ്ചുവാണ്. പിഞ്ചുനെ വെച്ചൊരു വീഡിയോ ഷോട്ട് എന്തായാലും ഉൾപ്പെടുത്താം. ഏത് ഊഞ്ഞാല് കണ്ടാലും അവിടെ കയറിയിരുന്ന ആള്. അങ്ങനെ നെക്സ്റ്റ് പാർട്ട് കിച്ചൺ. ഓപ്പൺ കിച്ചൺ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒന്നാമത് 2 പേരും വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. അപ്പൊ അവരങ്ങനെ കിച്ചണിൽ മാത്രമായിട്ട് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. ഉള്ള സമയത്ത് എല്ലാവരും ഒന്നിച്ച് വീട്ടിലുണ്ടാവുക എന്നുള്ളൊരു റിക്വയർമെന്റിന്റെ സമയത്ത് അവർ പറഞ്ഞിരുന്നു. അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. സോ ഓപ്പൺ കിച്ചൺ, അതിനങ്ങനെ വേറൊരു ഒളിവും മറയൊന്നും ഇല്ല. ഒളിവും മറയുന്നത് മാത്രമല്ല, ഏറ്റവും ഈ വീടിന്റെ ഒരു സെന്റർ അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിട്ട് തന്നെ കിച്ചൺ. മാത്രമല്ല ഇവിടെ നിന്ന് ഇപ്പോൾ വർക്ക് ചെയ്യുകയാണെങ്കിലും ഈവൻ TV അറ്റ്ലീസ്റ്റ് കുട്ടികളുടെ ഉള്ളൊരു കൺട്രോൾ ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒന്ന് കാണാൻ പറ്റും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. ഈവൻ മെയിൻ ഡോർ വിസിബിൾ ആണ് ഇവിടെ നിന്ന്. ലിവിംഗ് റൂം വിസിബിൾ ആണ്, ഡൈനിങ് വിസിബിൾ ആണ്. ശരിക്കും ഏറ്റവും കൺട്രോൾ ഉള്ള ഏരിയ ആണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മുടെ കിച്ചൺ സ്റ്റോറേജ് സ്പേസ്,
ഒരു ക്രോക്കറി ഷെൽഫ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ മറ്റെന്തൊക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? ഒരു വർക്കിംഗ് കിച്ചൺ അപ്പുറം ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും. അവിടെ ഒരു ചെറിയൊരു വർക്ക് ഏരിയയും കൂടി ഉണ്ട്. കൊള്ളാം. ഫർണിച്ചറൊക്കെ ആണെങ്കിലും ഇവിടെയുള്ള 2 ബെഞ്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. കസ്റ്റം ഡിസൈൻഡ് ആണ് എല്ലാം. ഒട്ടുമിക്ക സാധനങ്ങളെല്ലാം കസ്റ്റം ഡിസൈൻഡ് ആണ്. നമുക്ക് പർച്ചേസ് ചെയ്തതൊന്നും ഇല്ല ഈ പ്രോജക്റ്റിൽ ഇല്ല. ചേരിയല്ലായിരിക്കും ചിലപ്പോൾ നമ്മൾ തന്നെ. ഇല്ല, അതിപ്പോ ഇതിന്റെ ഒരു ഫ്ലോന് കണക്കായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് എടുത്തതാണ്. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു കോമൺ ഹാൻഡ് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒരു പൗഡർ റൂം ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി കുറച്ച് അതിൽ നിന്ന് മാറണം എന്നുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നു. അതെ അതെ. അപ്പോൾ നേരെ ഡൈനിങ്ങിൽ നിന്ന് ഭയങ്കരമായിട്ട് കാണുന്ന രീതിയിലല്ല ടോയ്ലറ്റിന്റെ പൊസിഷനിങ് ഉള്ളത്. ഹാൻഡ് വാഷ് അതിൽ നിന്ന് കുറച്ച് ഹിഡൻ ആണ് കോമൺ ടോയ്ലറ്റ് സ്പേസ്. ഇപ്പൊ എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നു തോന്നുന്നു അല്ലേ? തൊട്ടടുത്ത് തന്നെ ഹാൻഡ് വാഷ് ഏരിയ കൊടുക്കുന്നൊരു നമുക്ക് ഡിസ്റ്റർബൻസ് അല്ലേ? അതെ അതെ അതെ. കൈ കഴുകുന്നതും തീർച്ചയായിട്ടും ഫിറ്റ് ചെയ്യുന്നതൊക്കെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ? അപ്പൊ ഇതാണ് കോമൺ ടോയ്ലറ്റ് വരുന്നത്. ആ പാസേജ് അവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ആവുക ചെയ്യണം. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2 സെക്ഷൻ ആണ് വീട്. ഇത് ശരിക്കും ഒരു സെപ്പറേറ്റ് ബിൽഡിംഗും ഇതൊരു സെപ്പറേറ്റ് ബിൽഡിംഗും ആണ്. ഈ ഒരു ടോയ്ലറ്റ് യൂണിറ്റ് മാത്രമാണ് ഇതിനെ കണക്ട് ചെയ്യുന്ന ഒരു ഘടകമുള്ളൂ. വേറെ ഒന്നും ഇതിനെ കണക്ട് ചെയ്യുന്നില്ല. ഓ നൈസ്. അപ്പോൾ ലിലിയ പറയൂ, നമ്മൾ ഇനി ബെഡ്റൂം സെക്ഷനിലോട്ടാണ് പോകുന്നത്. അപ്പം എനിക്ക് ഈ ചൂടത്ത് ഈ ഭാഗത്തൊന്നും മാറാനേ തോന്നുന്നില്ല. അത്രത്തോളം ഒരു മഴയും കൂടെ പെയ്ത് കിട്ടാൻ വേണ്ടി കൊതിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല ചൂട് സമയത്താണെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അതെ അതെ സ്പേസിലാണ്. ശരിക്കും മഴക്കാലത്തായിരുന്നു നമ്മൾ വീഡിയോ എടുക്കേണ്ടത് അല്ലേ? മഴ എന്നാണ് വീടിന്റെ പേര് വന്നിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടും ഇത് കാണാൻ ഏറ്റവും നല്ല സമയം ഈ ചൂട് തന്നെയാണ്. ചൂടിലാണ് അത്രയും ഇവിടെ കംഫർട്ടബിൾ ആണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതെ അതെ. വളരെ മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പ്. അതിന്റെ ഇടയിലൂടെ നടന്നു പോകാൻ തോന്നുന്നല്ലേ? അത് നനയ്ക്കാനുള്ള സെറ്റപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആഹാ കൊള്ളാം. ഏറ്റവും നല്ല ഈ ചൂടത്ത് ചെരുപ്പൊക്കെ ഊരി ആ കല്ലിന്റെ മേലെ കൂടെ നടക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു സുഖം തന്നെയായിരിക്കും ഉറപ്പായിട്ടും. എന്തായാലും കുറച്ച് നേരം ഈ വീട്ടിൽ സ്പെൻഡ് ചെയ്യണം. ഇത് ആ സർപ്രൈസ് ആയിട്ട് മറ്റൊരു കോർട്ട്യാർഡ് സ്പേസ് കൂടെ വന്നിരിക്കുന്നത്. അത് കുറച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രൈവറ്റ് കോർട്ട്യാർഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ. അതെ, അത് ആ ബെഡ്റൂമിൽ നിന്നുള്ള ഒരു പ്രൈവറ്റ് സ്പേസും എന്നാൽ ഈ ഒരു കോർട്ട്യാർഡിന് കണ്ടിന്യൂഷൻ ആയിട്ടും അത് യൂസ് ചെയ്യാം. ഇത് ക്ലോസ് ആക്കാൻ പറ്റും. ഇത് പിവട്ടിംഗ് ആണ്. ഇത് ബ്രിക്ക് വെച്ചിട്ടുള്ള ഒരു ബ്രിക്ക് ജാളി വെച്ചിട്ടുള്ള ഒരു പിവട്ടിംഗ് വിൻഡോ ആണിത്. ഇതെല്ലാം അതും വെച്ച് ക്ലോസ് ചെയ്യാം. അപ്പൊ ഇത് ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ കോർട്ട്യാർഡ് ഇത് ഇൻസൈഡ് ആയി, അത് ഔട്ട്സൈഡ് ആയി. ഇത് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരൊറ്റ സ്പേസ് ആയിട്ട് കുറെ കൂടെ എയർ പാസേജ് വളരെ സുഖമായിട്ട് നടക്കുകയും ചെയ്യും അല്ലേ? ആ ബെഡ്റൂമിൽ നിന്നാണ് മെയിൻ ആക്സസ് വരുന്നത്. അതെ അതെ അതെ. ആഹാ കൊള്ളാം. ഇവിടെ ഒരു ജാതിമരമൊക്കെ ഇതിവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരുന്നു ഈ ജാതിമരം. ഈ പ്ലോട്ട് ഫുൾ മരങ്ങളായിരുന്നു. പിന്നെ ഓരോന്നോരോന്ന് വെട്ടി ഇതാണ് നമ്മൾ നിർത്തിയേക്കണ ഒരു മരം. ബാക്കിയൊന്നും നമ്മുടെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞപ്പോ നിന്നില്ല. ഇവിടെ 2-3 കൂടി ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ബെഡ്റൂമിന് ഒരു ജാതിമരം തന്നെ ഉണ്ടെന്നുള്ളതാണ് അവിടെ നിന്ന് പറയുക. ഓ അത് കാണുമ്പോൾ തന്നെ കുളിര്. എത്ര സ്ക്വയർ ഫീറ്റ് വീട് വരുന്നത്? ഇത് ഇവരുടെ റിക്വയർമെന്റ് 2500 സ്ക്വയർ ഫീറ്റിൽ സിംഗിൾ ഫ്ലോർ ഹൗസ് ആയിരുന്നു ഇവരുടെ റിക്വയർമെന്റ്. അപ്പോൾ ഇത് താഴെ മൊത്തം 4 ബെഡ്റൂം, സിറ്റ് ഔട്ട്, ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ എല്ലാം കൂടി ഇൻക്ലൂഡിങ് 2500. പിന്നെ നമ്മുടെ ഒരു എക്സ്ട്രാ ആണ് മൾട്ടിപർപ്പസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു 500 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ ടോട്ടൽ 3000 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട്. 2500 ചോദിച്ചു, നിങ്ങൾ 3000 കൊടുത്തു. നമുക്കിത് 4 ബെഡ്റൂം ആണ് ഈ റോ പോലെ നിരന്നിരിക്കുന്നത്. നമുക്ക് പ്ലാനിങ് സെക്ഷനിൽ ഈ 4 ബെഡ്റൂം റോയിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്കൊരു ഇതുണ്ടായിരുന്നു, ഇതൊരു സ്കൂൾ പോലെ ആവും. ഒരു സെക്ഷനിൽ ഫുൾ ബെഡ്റൂം, ഒരു സെക്ഷനിൽ ഫുൾ ലിവിംഗ് ഡൈനിങ് സ്പേസ് വന്നപ്പോൾ. പക്ഷെ നമ്മളത് വിഷ്വൽ ചെയ്തപ്പോൾ നമുക്കത് ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മളത് പറഞ്ഞ് കൺവിൻസ് ചെയ്തു. പിന്നെ അത് അവർക്കും അത് ഓക്കെ. പിന്നെ 3D ഒക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഓക്കെ. ഫസ്റ്റ് പ്ലാനിങ് സെക്ഷനിലായിരുന്നു ഈ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. നന്നായി. അപ്പം ഈ ഒരു പാസേജ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് ഉള്ളൊരു ഹൈവേയിൽ നിന്ന് നമ്മുടെ പോക്കറ്റ് റോഡിലോട്ട് കയറുന്ന പോലെയാണ്. അപ്പൊ അവിടെ 2 ബെഡ്റൂമിലേക്കുള്ള വഴിയാണത്. അതെ അതെ. ഇതൊരു മാസ്റ്റർ ബെഡ്റൂം, ഇവിടെ ഒരു കിഡ്സ് റൂം. ഇവർക്ക് 3 കിഡ്സ് ആണ്. അപ്പോ 4 ബെഡ്റൂംസ്. കുറച്ചധികം കാഴ്ചകളും ഫീച്ചേഴ്സും ഉള്ള ഒരു ബെഡ്റൂമാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് മാസ്റ്റർ ബെഡ്റൂം. എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഇൻബിൽറ്റ് സ്പേസ് ആണ്. ഈ കട്ടില് ഇത് കോൺക്രീറ്റ് ആണ്, മാറ്റാനൊന്നും പറ്റത്തില്ല. ഇത് ബ്രിക്ക് വെച്ച് കെട്ടി മുകളിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. അധികം നമ്മൾ കോസ്റ്റ് വെറുതെ ഫർണിച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ ഒരു ഫീല് ഒരു വേറെ തന്നെയാണ്. ബാക്കിൽ ബാക്ക്ഡ്രോപ്പ് ആയിട്ട് നമുക്ക് ചെടികളും കാര്യങ്ങളും. അവിടെ മഴ പെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഒരു സ്ക്രീൻ സ്പേസ് പോലെ കൊടുത്തിരിക്കുക. നമ്മൾ കുറെ വുഡും സംഗതികളൊക്കെ കുറെ കൂട്ടാതെ ഒരു കൺവെൻഷണൽ ബെഡ് അല്ലാതെ ഉള്ളൊരു സ്പേസ്. നൈസ്. കണ്ടോ? പിന്നെ എന്റെ തലയ്ക്ക് മുകളിൽ കണ്ടോ അവരുടെ ഒരു ആറ്റിക് സ്പേസ്, ഒരു എക്സ്ട്രാ ഒരു വർക്ക് ഏരിയ പോലെയൊക്കെ, വർക്കിംഗ് സ്പേസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അങ്ങോട്ടേക്ക് പോകുന്നതാണെങ്കിൽ തന്നെ ഒരു മൾട്ടിപർപ്പസ് ഏരിയ ആണ്. ഇതൊരു ഷെൽഫും ആണ്, ഒപ്പം അത് സ്റ്റെയറും ആണ്. ഇത് കയറുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വെറൈറ്റി ആണ്. ഒരു കാല് വലത്ത് വെച്ചാൽ ഇടത്ത് കാല് ഇവിടെ, ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ സ്റ്റെപ്പ് കയറുന്നത് ആ രീതിയിൽ തന്നെയാണ് അതിന്റെ അലൈൻമെന്റ്. നമുക്ക് അധികം സ്പേസ് സേവ് ചെയ്യാനുള്ള ഒരു എലമെന്റ് ആണ്. കൊള്ളാം. വെറും ഒരു സ്റ്റെപ്പ് ആയിരുന്നെങ്കിൽ, സാധാരണ സ്റ്റെപ്പ് ആണെങ്കിൽ നമുക്ക് ഇത്രയും അവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. നൈസ്. നല്ല സ്ഥലമാണ്. ഒരു വാക്ക് ഇൻ വാർഡ്രോബും
അതിന്റെ കൂടെ തന്നെ ഒരു ടോയ്ലറ്റും വന്നിട്ടുണ്ട്. അതിന്റെ മുകളിലാണ് ഈ ആറ്റിക് സ്പേസ് വന്നിരിക്കുന്നത്. ആഹാ, കൊള്ളാം. പിന്നെ ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ജാതിമരമുള്ള ആ കോർട്ട്യാർഡ് സ്പേസ് ആണ് ഇത്. നമുക്ക് ഈ ബെഡ്റൂമിന് മാത്രം അവകാശപ്പെട്ട സ്ഥലമാണ്. പ്രൈവറ്റ് കോർട്ട്യാർഡ് സ്പേസ്. ആ ഒരു മഴക്കാലത്തിനായിട്ട് ഞാൻ ഇങ്ങനെ കൊതിക്കുകയാണ് അല്ലേ. ആ സമയത്തൊന്നും കാണാൻ കൊള്ളാമെന്നുണ്ടായിരുന്നു ഈ വീട്. ഇത് കിഡ്സ് ബെഡ്റൂം അല്ലേ? യെസ്. എല്ലാ ബെഡ്റൂമിൽ നിന്നും ഏതെങ്കിലും ഒരു കോർട്ട്യാർഡിലേക്ക് കാണാൻ വേണ്ടിയിട്ട് സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മെയിൻ കോർട്ട്യാർഡിലേക്കും അവിടുന്ന് നമ്മുടെ ലിവിങ് സ്പേസിലേക്കും ഡൈനിങ് സ്പേസിലേക്കും ഒരു വ്യൂ കിട്ടും. എന്താ പുറത്തേക്ക് ഇറങ്ങാം. നമുക്ക് പ്രൈവറ്റ് കോർട്ട്യാർഡ് അല്ലെങ്കിൽ തന്നെ നമുക്ക് പ്രൈവറ്റ് കോർട്ട്യാർഡ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ്. നമ്മുടെ വാർഡ്രോബ്സ് എല്ലാം ഇവിടെ വന്നിരിക്കുന്നു കേട്ടോ. സീലിംഗ് എക്സ്പോസ്ഡ് ആണ്. സീലിംഗ് എക്സ്പോസ്ഡ് ആയിട്ട് നമ്മൾ എങ്ങനെയാ സ്ട്രക്ചറിൽ എങ്ങനെയാണ് നിർത്തി അതുപോലെ തന്നെ വെറുതെ പ്ലാസ്റ്ററിങ്ങും പുട്ടിയും കാര്യങ്ങളൊന്നും കയറ്റാതെ സീലിംഗ് എക്സ്പോസ്ഡ് ആയിട്ട് തന്നെ നിർത്തി ഗ്രൈൻഡ് ചെയ്ത് പോളിഷ് ചെയ്ത്. പെയിന്റിങ് തേപ്പ് പോലത്തെ പരിപാടികൾ വളരെ മിനിമം വീട് കൂടിയാണ്. അത് ഇവർക്ക് ഒരു റോ ഫിനിഷിംഗ് ഇഷ്ടമുള്ള ഒരു ക്ലൈന്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ അത്രയും അത് പ്രിഫർ ചെയ്യില്ല. ഇവർക്ക് അത് ഓക്കെ ആണ്. ഇവിടെ നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങും ചെയ്യാം അല്ലേ? അതെ, കോർട്ട്യാർഡിലേക്ക് ഇറങ്ങി മുകളിലേക്ക് ഒരു ആറ്റിക് സ്പേസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സാധനം കാണിച്ചു തരാം. ഒരു കിളിക്കൂടെ കിടക്കണ്ടോ? പക്ഷെ കിളി ഇല്ലാത്തൊരു കൂടാണ്. കിളി 2 ആഴ്ച മുമ്പ് പറന്നു പോയെന്ന് പറഞ്ഞു. ഒരു കിളി പോയ കൂടാണത്. ഇനി ഇങ്ങനെ ഇറങ്ങാം. ഇങ്ങനെ ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടുന്ന് മുകളിലേക്ക് പോകാം ഡയറക്റ്റ് അല്ലേ? മുകളിലേക്കുള്ള മൾട്ടിപർപ്പസ് സ്പേസിലേക്ക് പോകാം. ഇങ്ങനെ ഇലകളൊക്കെ വകഞ്ഞു മാറ്റി വേണം മുകളിലോട്ട് കയറി പോകാനായിട്ട് കേട്ടോ. ഇത് കലാത്തിയ പ്ലാന്റ് ആണ്. കലാത്തിയ പ്ലാന്റിന്റെ ഇടയിൽ കൂടെ അങ്ങോട്ടേക്ക് കാണുമ്പോൾ കിട്ടുന്നൊരു പ്രത്യേക വ്യൂ ഉണ്ട്. വീട്ടിനുള്ളിലേക്ക് മഴയും വെളിച്ചവും കാറ്റും എല്ലാം പ്രദാനം ചെയ്യുന്ന സപ്ലൈ ചെയ്യുന്ന മെയിൻ ഏരിയ ആണത്. ആ ഭാഗം മാത്രം ഓപ്പൺ ആക്കിയിട്ടിരിക്കുക അല്ലേ? അതെ, മുകളിൽ നമ്മൾ അധികം ക്ലോസ് ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ആവശ്യമുള്ള ഒരു പാസേജ് സ്പേസ് മാത്രമേ 2 സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്തിട്ട് സെൻറ്ററിൽ ആ കോർട്ട്യാർഡ് അത്യാവശ്യം മഴയും വെയിലെല്ലാം കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മോസ്കിറ്റോ നെറ്റ് ആവശ്യമില്ലാത്ത സംഗതികളൊന്നും കൊടുത്തിട്ടില്ല. അത്യാവശ്യം സേഫ്റ്റി പർപ്പസിനുള്ള ഗ്രില്ലുകൾ മാത്രം നമ്മൾ കൊടുത്തിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആറ്റിക് സ്പേസ് വരുന്നത് അല്ലേ? അതെ, ഇതിവിടെ ഒരു മൾട്ടിപർപ്പസ് സ്പേസ് എന്നുള്ള രീതിയിൽ ഇവർക്ക് കുട്ടികൾക്ക് പഠിക്കാനും ഇവിടെ ഒരു ഹോം തിയേറ്റർ ഒക്കെ ചെയ്യാനുള്ള രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇവർക്ക് കസിൻസ് ഒക്കെ ഗാദറിങ്സ് കൂടുതലാണ്. അപ്പൊ ഈ ഒരു സ്പേസിലും പിന്നെ ഫ്രണ്ടിലെ സിറ്റ് ഔട്ടിലൊക്കെയാണ് അത് ചെയ്യുന്നത്. ഇവിടുന്ന് താഴേക്കുള്ള ഒരു വ്യൂ ഉള്ളത് എന്റെ മക്കളെ താഴേക്ക് കാണണം. ഒരു കാട്ടിലേക്ക് നോക്കുന്ന ഒരു ഫീലാണ്. നമ്മളൊരു മലയുടെ മുകളിൽ നിന്ന് അടിവാരത്തേക്ക് പോകുന്ന പോലെ അല്ലേ? ശരിക്കും ഒരു കൺവെൻഷണൽ സ്റ്റെയർ കേസ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഫീൽ കിട്ടില്ലായിരിക്കാം. ഇതൊരു സ്റ്റീലിന്റെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ടൈപ്പ് സ്റ്റെയർ കേസാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആർക്കിടെക്റ്റിനോട് സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ ഫാമിലി ഇവിടെ ഉണ്ട്. ശരിക്കും ഫാമിലി ഫുൾ ആയിട്ടില്ല, ഒരാളും കൂടെ ഉണ്ട്, മോനെ. നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിക്കോ. ദിൽഷാദ്, ഞാൻ ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. 3 പിള്ളേരാണ്. മൂത്താള് 6ാം ക്ലാസ്സിൽ 7ലോട്ടാണ്. അവനോടില്ല. ഇവര് ട്വിൻസാണ് 2ലോട്ട്. പിന്നെ വാപ്പയമ്മയുണ്ട്, അവർ കിടക്കാണ്. ഞങ്ങൾ കയറി വന്നപ്പോൾ തന്നെ പറയുന്നത് ഒരു മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഭയങ്കര പ്രധാന ഘടകമാണല്ലോ. അങ്ങനെ ഒരു വീട് വെക്കാൻ ചിലരൊക്കെ പേടിക്കും, അയ്യോ ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത്. എന്തായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? ഇനീഷ്യലി ഞങ്ങൾക്ക് ആ കൺസേൺ ഉണ്ടായിരുന്നു. സത്യത്തിൽ തുടക്കത്തിൽ ഞങ്ങൾ അങ്ങനെ ചെടിനൊന്നും തറവാട്ടിൽ നിൽക്കുന്ന സമയത്ത് ചെടിനെ പരിപാലിക്കുന്ന ആൾക്കാരൊന്നും ആയിരുന്നില്ല. അങ്ങനെ ചെടിനോട് ഭയങ്കര ക്രേസ് ഉള്ളതൊന്നും ആയിരുന്നില്ല. പക്ഷേ വീട് എന്ന് പറയുന്ന ഒരു ആശയം മനസ്സിലേക്ക് വന്നപ്പോൾ അതിനകത്ത് എല്ലാം ഈ പറഞ്ഞ ചെടികളുണ്ടായിരിക്കണം, പച്ചപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് സംസാരിക്കുമ്പോഴും ഞങ്ങളറിയാവുന്നവരും ഞങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ നോക്കുമോ എന്നൊക്കെ. ഇത് ചെടിക്കൊരു വെള്ളം പോലും ഒഴിക്കാത്ത ആൾക്കാരായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് നമുക്കൊരു എന്തോ അത് വേണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീടുണ്ടായി കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഒരു വീട്ടിൽ താമസിക്കില്ല, വീടും ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും താമസിക്കുന്ന പോലത്തെ ഒരു പ്രതീതിയായിരുന്നു. ഇതിനകത്തുള്ളതെല്ലാം ഞങ്ങളെ കുടുംബത്തിലെ ആളുകളാണ്, അവരെ പരിചരിക്കാൻ ഞങ്ങൾ ഉത്തരവാദിത്തമാണല്ലോ. പിന്നെ അതൊരു പണിയായിട്ടല്ല, അത് എന്താ പറയുക, അതതിൻ്റെ ഭാഗമാണ്. സത്യത്തിൽ ഞങ്ങൾക്ക് പോലും തോന്നില്ല. ഇപ്പം ആരും വരുമ്പോഴാണ് ചോദിക്കുമ്പോൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ചോദിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുന്നത്. സീരിയസ്ലി അതപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടല്ലേ എന്നുള്ളത്. ഇവരൊപ്പം തന്നെ ഇവിടെ ഉള്ളവരും ഈ ചെടികളൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. അതെ, കിളികൾ വരുന്നുണ്ട്, കിളികൾ കൂട് കൂട്ടുന്നുണ്ട്, അത് കുഞ്ഞുങ്ങളുണ്ടായി പോകുന്നുണ്ട്. അപ്പോൾ ഇവന് ഭയങ്കര പെറ്റ്സിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പം അടുത്തിപ്പോൾ ഒരു കുഞ്ഞ് വിരിഞ്ഞ് പോയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഗ്ലാസ്സിൽ വെള്ളമൊക്കെ നിറച്ചിങ്ങാണ്ട് കൊണ്ട് വെച്ചെടുക്കും. എന്നിട്ട് പറയും ഇത് ഞങ്ങളെ വീട്ടിലുണ്ടായ കുട്ടിയാണ്. അങ്ങനെ ആവാൻ പറഞ്ഞു, നമ്മളെ വീട്ടിലുണ്ടായല്ലേ, അപ്പം നമ്മൾ ഇത് നോക്കണ്ടേന്നൊക്കെ പറഞ്ഞു. നാണം വന്ന്. അതെ, ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് നമ്മുടെ വീട് കാണാൻ വേണ്ടിയിട്ട് വരാറുണ്ട്.
ആ സമയത്ത് ഇവർ ആദ്യത്തെ കൺസേൺ തന്നെയാണ് പാമ്പ്, പഴുതാര, പുഴുതൊക്കെ വരുമെന്നുള്ളത്. നമ്മൾ പറയുന്നത് നമ്മൾ ഇതിനൊക്കെ പ്രതീക്ഷിച്ചിട്ട് വേണം ഇവിടെ താമസിക്കുക എന്നുള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും നമ്മളെ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇവർക്ക് എല്ലാവർക്കും കയറി വരാനായിട്ട്, തണുപ്പായതുകൊണ്ട് തന്നെ ഇതെല്ലാം കയറി വരാനായിട്ട് ഭയങ്കര സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടില്ല. രണ്ടും വേണം എന്ന് വെച്ചാൽ ഒന്നേ പറ്റുള്ളൂ എന്നൊന്നും നമുക്ക് നടക്കില്ല. അപ്പോൾ ഒന്നിൻ്റെ ഒപ്പം ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ പോലെ അതുണ്ടെങ്കിൽ ഇത് ഉണ്ടാവും എന്തായാലും. അത് ശ്രദ്ധിച്ചാൽ മതി. അത് ഇപ്പം അങ്ങനെ വരാതിരിക്കുന്ന രീതിയിലൊക്കെ നമ്മൾ സൈഡൊക്കെ ഇട്ടിട്ടുണ്ട്, അങ്ങനെ വരുന്നൊന്നുമില്ല. തണുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം തണുപ്പിലോട്ട് നമ്മൾ പോയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. സ്വെറ്റർ ഇട്ടൊക്കെ ഉറങ്ങുന്ന അവസ്ഥയിലോട്ട് പോയിട്ടുണ്ട്. അത് അത്രയും തണവായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ AC അങ്ങനെ ഉപയോഗിക്കാറില്ല, ചൂട് വരുമ്പോൾ മാത്രമേ അങ്ങനെ ഉപയോഗിക്കാറുള്ളൂ. ബാക്കി സമയത്ത് വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് മൂന്നാറൊക്കെ പോയി കിടക്കുന്ന അതേ ഫീലിൽ നമ്മൾ കിടന്നിട്ടുണ്ട് ഇവിടെ. ശരിക്കും കാറ്റും വെളിച്ചവും. അതെ അതെ, പകൽ സമയത്തൊന്നും നമ്മൾ ഒട്ടും ലൈറ്റ് ഇടാറില്ല, ലൈറ്റ് യൂസ് ചെയ്യാറേ ഇല്ല. പിന്നെ ഈ രാത്രി ആകുമ്പോൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ പഴയ വീട് എന്ന് പറയണത് ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു, റൂമുകളൊക്കെ എയർ സർക്കുലേഷൻ ആയാലും ലൈറ്റൊന്നും ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നത് നമുക്ക് വീട് വയ്ക്കുമ്പോൾ ഭിത്തികളില്ലാത്ത വീടുകളിൽ എപ്പോഴും എയർ സർക്കുലേഷനുള്ള ലൈറ്റ് എപ്പോഴും ഉണ്ടാകുന്ന അങ്ങനത്തെ ഒരു വീട് വേണമെന്ന് തന്നെയായിരുന്നു നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതിൽ കുറേ നാളത്തെ ആഗ്രഹമാണ് ഇപ്പോൾ സാധിച്ചത്. നമ്മൾ ഫോൺ പഠിക്കുന്ന നമുക്ക് അതിനകത്ത് ഏതൊരു ഫീച്ചർ ഇഷ്ടമുണ്ടാവും. ചിലപ്പോൾ അതിനകത്ത് നമുക്ക് ഇഷ്ടമാത്ത ഒരുപാട് ഫീച്ചേഴ്സ് വേറെ ഉണ്ടാവും. അതേപോലെ തന്നെ ഇപ്പോൾ കാറ് മേടിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സാധനം വെച്ചേക്ക് നമ്മളത് വാങ്ങിക്കുന്നത്, പർച്ചേസ് ചെയ്യുന്നത്. അതില്ലാതെ വേറെ കുറച്ച് സാധനങ്ങൾ കിട്ടും. പക്ഷേ ഇവിടെ ഈ വീട്ടിൽ ആക്ച്വലി അങ്ങനെ ഇന്ന സാധനം ഒഴിവാക്കാനില്ല, മാറ്റി വയ്ക്കാനൊന്നുമില്ല. എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ്, എല്ലാം ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്കാണ്, ഞങ്ങളോട് അതിനോട് ചേർന്നാണ് പോകുന്നത്. അതിലതൊരു വീടിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലിവിങ് സ്പേസ്, അങ്ങനെയാണ് അത് പറയുന്നത്. നമ്മൾ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തു, മഴയിൽ ഒരു മഴ പെയ്യുന്നത് കാത്തിരുന്നു, പക്ഷെ മഴ പെയ്തില്ല. ഇപ്പം മഴ പെയ്യുന്ന ഒരു സമയത്ത് ഈ വീടൊന്ന് കാണണമെന്നുണ്ട്. ഒരു വീഡിയോ അയച്ചിറങ്ങും കേട്ടോ, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. മഴ പെയ്യുന്ന സമയത്ത് ഒരു തവണ നിങ്ങൾ ഒന്നും കൂടി വരും. തീർച്ചയായിട്ടും വരാമെന്നുണ്ട്, അതൊന്ന് അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ചൂടത്ത് നമുക്ക് ശരിക്കും നമ്മളത് ആഗ്രഹിച്ചു പോകും. അപ്പം എന്തായാലും നല്ലൊരു വീടാണ് കേട്ടോ. അപ്പോൾ ഇത്തരം നല്ല വീടുകളൊക്കെ പണിയണമെങ്കിൽ ഒരുപാട് ഡിസ്കഷൻസ് അല്ലെങ്കിൽ കൺവിൻസിങ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള വേവ് ലെങ്ത്തൊക്കെ ഒത്തു വരേണ്ട ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. അത് കൂടുതലും പറയേണ്ടത് ഇവരാണ്. എന്നാലും വലിയൊരു വേവ് ലെങ്ത് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ഇവർ നേരത്തെ ഒരു റിസർച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളടുത്ത് വന്നത്. നമ്മൾ തമ്മിൽ കുറച്ച് പ്രൊജക്റ്റുകളൊക്കെ പോയി കണ്ടു എന്നുള്ളതിനപ്പുറം വേറെ വലിയ ഡിസ്കഷൻസ് ഒന്നും ഉണ്ടായില്ല. കാര്യങ്ങൾ വന്നു, ഒരു പ്ലാൻ വരച്ച് അതിൽ തന്നെ പണിത വീടാണ്. വലിയ മാറ്റങ്ങൾ എന്ന് പറയാൻ ഞങ്ങൾക്ക് തന്നെ ഓർമ്മയില്ല. അവരാണ് കുറച്ച് മാറ്റങ്ങൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ചെറുത് വരുത്തിയത്. അത്ര പോലും ഞങ്ങൾക്ക് ഓർമ്മയില്ല ഒരു മാറ്റം വരുത്തിയത്. അങ്ങനെ ആ കൺസെപ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് അതുപോലെ ചെയ്തുണ്ടാക്കിയത്. അതിൻ്റെ ക്രെഡിറ്റ് ശരിക്കും മുഴുവൻ അവകാശപ്പെടാവുന്നത് ഇവർക്കാണ്. കാരണം ഇതൊരു മെയിൻറ്റെയിൻ ക്ലയൻറ്റിൻ്റെ വീടാണ്. അപ്പോൾ അവർ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീട് സംഭവിച്ചത്. യെസ്, തീർച്ചയായിട്ടും അതവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 2 വർഷമായിട്ടുള്ള വീടാണ്, പുതിയതുപോലെ തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കൊള്ളാം, നല്ല കാര്യം, വളരെ ഇഷ്ടപ്പെട്ടു. ഈ നല്ലൊരു കുളിര് തോന്നുന്ന ഒരു എപ്പിസോഡ് കൂടി ആയിട്ടുണ്ട്. എന്നാലും വളരെ സന്തോഷം. അപ്പം 7th Hue ആർക്കിടെക്ചർ കളക്റ്റീവ് അല്ലേ? അതെ, യെസ്. അപ്പോൾ അവരുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ്. പുതിയൊരു നല്ല കുളിരുള്ള വീഡിയോ ഇട്ട് നമ്മൾ വീണ്ടും വരാം. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒരു ചെറിയൊരു ബൈ പറഞ്ഞാൽ ബൈ.